മാർച്ച് മാസത്തിൽ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും നടക്കാൻ പോകുന്ന ഓഫർ സെയിലുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓഫർ സെയിലുകൾ ഏതൊക്കെയാണ്? മാർച്ച് 4-ാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ഒരു നടന്നുകൊണ്ടിരിക്കുന്ന എന്നുള്ളൊരു പദം ഉപയോഗിച്ചത്. ഫ്ലിപ്കാർട്ടിൽ നോക്കുകയാണെങ്കിലും ആമസോണിൽ നോക്കുകയാണെങ്കിലും അവിടെ ബിഗ് ബജറ്റ് ഡേയ്സും അതുപോലെ തന്നെ സൂപ്പർ വാല്യൂ ഡേയ്സും സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇവിടെ ഫ്ലിപ്കാർട്ടിലേക്ക് എടുത്തു പറയണമെങ്കിൽ ഈ ബിഗ് ബജറ്റ് സെയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നോർമലി ഹോം അപ്ലയൻസസ്, അതുപോലെ തന്നെ കിച്ചൺ ഐറ്റംസ്, ഗ്രോസറി, അതുപോലെ തന്നെ ഫാഷൻ ഐറ്റംസിനൊക്കെയാണ് ഏറ്റവും ലാഭത്തിന് സാധനങ്ങൾ മേടിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ ഈ ഒരു മാർച്ച് മാസത്തിലെ ബിഗ് ബജറ്റ് സെയിൽ വരുമ്പോഴത്തേക്ക് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിന്, പ്രത്യേകിച്ച് ഇയർബഡ്സുകൾക്കൊക്കെ നല്ല രീതിക്ക് ലാഭത്തിന് മേടിക്കാം. അതുപോലെ തന്നെയാണ് സ്മാർട്ട് ഫോൺസും. നിങ്ങളിപ്പോൾ ആ ഒരു കാറ്റഗറി പോയി നോക്കുവാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ ഓഫർ സെയിൽ ഉണ്ട്. പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഹോളി സെയിൽ ഇതേ അടുത്ത നമുക്ക് ഈ ഒരു മിഡിലായിട്ട് വരും. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം ഡേറ്റ് ഏതാണെന്നത്. ഓൾറെഡി ഫ്ലിപ്കാർട്ടിൽ കൺഫേം ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ നമ്മുടെ ചാനലിൽ നിങ്ങൾ ഉടനെ തന്നെ കാണും. എന്നാലും അതിന് മുമ്പേ ജസ്റ്റ് ബേസിക് ആയിട്ട് ഇവിടെ പറഞ്ഞുതരാം. നോർത്ത് ഇന്ത്യയിൽ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ് ഈ ഒരു ഹോളി സെയിൽ എന്ന് പറയുന്നത്. സോ ആ സമയത്ത് അത്യാവശ്യം നല്ല ലാഭകരമായിട്ട്, ഇവിടെ നമ്മൾ ഓണത്തിനൊക്കെ ലാഭത്തിന് മേടിക്കാൻ പറ്റത്തില്ലേ, അതേപോലെ അവിടെയും സാധനങ്ങൾ മേടിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഫ്ലിപ്കാർട്ടിലെ ആ ഒരു ഹോളി സെയിലാണെങ്കിലും ആമസോണിലെ ആ ഒരു ഹോളി സെയിലാണെങ്കിലും നമുക്ക് വളരെ ലാഭത്തിന് സാധനങ്ങൾ മേടിക്കാൻ പറ്റുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും ഈ ഒരു ഹോളി സെയിലിൻ്റെ ആ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ഇന്ന് വൈകിട്ട് നിങ്ങൾ കാണും. അതിന് മുന്നേ ഈ ഒരു മാർച്ചിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ആദ്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, ബിഗ് ബജറ്റ് സെയിൽ തന്നെയാണ് 1 മുതൽ 5 വരെ. ഇയർബഡ്സുകൾ എന്തായാലും നിങ്ങൾ ഇപ്പോൾ മേടിക്കുന്നെങ്കിൽ നല്ലൊരു ഡീൽ തന്നെയാണ്. ചിലപ്പോൾ വീണ്ടും കുറയാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ഹോളി സെയിലിൽ. പക്ഷേ റിയൽമി ബഡ്സ് T110 ഒക്കെ തന്നെ ഇനി വില കുറയാൻ ചാൻസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ വയ്യ. പക്ഷേ ഇതിൻ്റെയൊക്കെ തന്നെ പ്രീമിയം ക്വാളിറ്റി കേസ് കവേഴ്സ് നമ്മുടെ ഇൻസ്റ്റയിലുള്ള ദീപ് സ്റ്റോറിലുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലാണെങ്കിലും ആമസോണിലാണെങ്കിലും നിങ്ങൾ മേടിക്കുന്നതിനേക്കാളും വളരെ ലാഭകരമായിട്ടാണ് ഞാൻ അവിടെ തരുന്നത്. നോർമൽ ക്വാളിറ്റി അല്ല തരുന്നത്, പ്രീമിയം ക്വാളിറ്റിയാണ്. സോ ദയവ് ചെയ്ത് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലാണെങ്കിലും ആമസോണിലാണെങ്കിലും അവിടുത്തെ നോർമൽ ക്വാളിറ്റീൻ്റെ റേറ്റ് വെച്ചിട്ട് നമ്മളവിടെ വന്നിട്ട് പ്രീമിയം ക്വാളിറ്റി കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് തന്നെ ആയിരിക്കും നഷ്ടം. സോ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ ദീപ് സ്റ്റോർ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം. ഇനി രണ്ടാമത്തത് മാർച്ച് 7-ാം തീയതി മുതൽ 8-ാം തീയതി വരെ വിമൻസ് ഡേ സെയിൽ, സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ളൊരു സെയിലാണ്. സോ ഇവിടെ നമുക്കറിയാലോ അവരുടെ ഐറ്റംസിനായിരിക്കും ഏറ്റവും ലാഭം ഈ ഒരു സെയിൽ സാധനങ്ങൾ മേടിക്കാൻ പറ്റുക. ഇനി മൂന്നാമത്തെ സെയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ആ ഒരു ഹോളി സ്പെഷ്യൽ. കഴിഞ്ഞ പ്രാവശ്യം ഫ്ലിപ്കാർട്ട് ഹോളി സെയിൽ എന്നായിരുന്നെങ്കിൽ ഇത്തവണ വരുമ്പോഴത്തേക്ക് അത് ബിഗ് സേവിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞൊരു പേയിലാണ് വരുന്നത്. പക്ഷേ ഇതൊരു ഹോളി സ്പെഷ്യൽ എന്നുള്ളതിൽ വേറൊരു സംശയമില്ലേ. 7th മുതൽ 13th വരെയാണ് ഈ ഒരു ഓഫർ സെയിൽ നടക്കാൻ പോകുന്നത്. അതിലും ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട് ഓൾറെഡി. ഇപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ട് കയറി നോക്കുകയാണെങ്കിൽ അത് കാണാനും പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ഉടനെ തന്നെ അങ്ങോട്ട് ചെയ്യുന്നതാണ്. കൂടാതെ സൂപ്പർ കൂളിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് ഓഫർ സെയിൽ വരാൻ ചാൻസ് ഉണ്ട്. കാരണം മാർച്ചാണ്, ചൂട് സമയമാണ്. അതുകൊണ്ട് തന്നെ ഫെബ്രുവരിയിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. ഇവിടെ ഈ ഒരു മാർച്ചിലും ഇതെന്തായാലും വരും. എന്നാണെന്നുള്ള ഡേറ്റ് ഇതുവരെ കൺഫേം ആക്കിയിട്ടില്ല. എന്തായാലും കൺഫേം ആക്കുവാണെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ ചാനൽ ഇതുപോലെ വീഡിയോ ചെയ്തിട്ട് അങ്ങോട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഈ ഒരു ചൂട് കാലം ആയതുകൊണ്ട് തന്നെ AC, റെഫ്രിജറേറ്റർ, കൂളേഴ്സ് അതുപോലെയുള്ള സാധനങ്ങൾക്ക് എന്തായാലും ഞാൻ ഒരു വീഡിയോ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ വീഡിയോക്കൊക്കെ വേണ്ടി ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യണേ. കൂടാതെ ഇനി ആമസോണിലേക്ക് വരുവാണെങ്കിൽ സൂപ്പർ വാല്യൂ ഡേയ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു, എല്ലാ മാസവും 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെ ഒരാഴ്ച ഈ ഒരു സൂപ്പർ വാല്യൂ ഡേയ്സ് നമ്മുടെ ആമസോണിൽ കാണാൻ സാധിക്കും. കൂടാതെ ഇപ്പോൾ അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്ലോത്തിങ് ബ്രാൻഡുകളുടെയൊക്കെ തന്നെ ആവശ്യം പോലെ പ്രോഡക്റ്റുകൾ വളരെ ലാഭകരമായിട്ട് മേടിക്കാൻ സാധിക്കും. അതെന്തായാലും 1 മുതൽ 9th വരെയാണ് കാണാൻ സാധിക്കുക. പിന്നെയുള്ള മറ്റൊരു ഓഫർ എന്ന് പറയുമ്പോഴത്തേക്ക് ടോയ്സ് ഫിയസ്റ്റയാണ്. ഇതും 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയാണ് ഈ ഒരു ഓഫർ സെയിൽ ആമസോണിൽ കാണാൻ സാധിക്കുക. അതേപോലെ തന്നെ 1-ാം തീയതി മുതൽ തുടങ്ങിയ മറ്റൊരു ഓഫർ സെയിലാണ് ഹോം ഷോപ്പിംഗ് സ്പ്രീ. 1 മുതൽ 5th വരെയാണ് ഈ ഒരു ഓഫർ സെയിൽ കാണാൻ സാധിക്കുക. അതായത് നാളെ വരെ മാത്രമേ ഈ ഒരു ഹോം ഷോപ്പിംഗ് സ്പ്രീ ആ ഒരു ഓഫർ സെയിൽ സാധനങ്ങൾ മേടിക്കാൻ പറ്റുള്ളൂ. പൊതുവെ ഈ സമയത്ത് സമ്മർ കൂളിംഗ് ഡേയ്സ് ആണ് ഇവിടെ വരേണ്ടത്. എന്നാൽ അതിന് പകരമാണ് ഈ ഒരു ഹോം ഷോപ്പിംഗ് സ്പ്രീ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഓഫർ സെയിൽ. സമ്മർ കൂളിംഗ് ഡേയ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഈ ഒരു AC, റെഫ്രിജറേറ്റേഴ്സ്, കൂളേഴ്സിന് മാത്രമായിരുന്നു ഓഫറെങ്കിൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഹോം ഷോപ്പിംഗ് സ്പ്രീ എന്നാക്കിയപ്പോഴത്തേക്ക് എല്ലാ ഐറ്റംസിനും, ഹോം അപ്ലയൻസസ്, നമ്മുടെ ഈ ഒരു ചെറിയ പ്ലാന്റുകളും മറ്റുള്ള മറിച്ചത് എല്ലാത്തിനും ഓഫർ ഉണ്ടെന്നുള്ളതാണ്. മേ ബി അവരുടെ ഒരു സ്ട്രാറ്റജി ആയിരിക്കും, ബിസിനസ് സ്ട്രാറ്റജി ആയിരിക്കും ആ ഒരു ഓഫർ എന്നുള്ള രീതിക്ക് കൊണ്ടുവന്നത്. കൂടാതെ ഫ്ലിപ്കാർട്ടിൽ സൂപ്പർ കൂളിംഗ് ഡേയ്സ് വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ആമസോണിലും ഈ ഒരു സൂപ്പർ കൂളിംഗ് ഡേയ്സ് വരാൻ ചാൻസ് ഉണ്ട്. അത് സമ്മർ അപ്ലയൻസസ് ഫെസ്റ്റ് എന്നുള്ള ഒരു പേരിലായിരിക്കും വരാൻ ചാൻസ്. 15th മുതൽ 18th എന്നുള്ളൊരു ഡേറ്റ് ആണ് ഇതുവരെ അങ്ങോട്ട് കൊടുത്തേക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ആ ഒരു ഡേറ്റിൽ ഈ ഒരു ഓഫർ സെയിൽ വരുമെന്നുള്ളത്. കാരണം ഫ്ലിപ്കാർട്ടിൽ മിക്കവാറും
20th ശേഷമായിരിക്കും ഈ ഒരു സൂപ്പർ കൂളിംഗ് ഡേയ്സ് വരാൻ ചാൻസ് ഉള്ളത്. സോ ആ ഒരു സമയത്തായിരിക്കാം മിക്കവാറും ഈ ഒരു സമ്മർ അപ്ലയൻസസ് ഫെസ്റ്റും നമ്മുടെ ആമസോണിൽ വരാൻ ചാൻസ് ഉള്ളത്. പിന്നെ ഫ്ലിപ്കാർട്ടിൽ എന്താണോ നടക്കുന്നത് അത് അതേപോലെ തന്നെ ആമസോൺ കോപ്പി അടിക്കും. ആമസോണിൽ എന്താണോ നടക്കുന്നത് അതേപോലെ ഫ്ലിപ്കാർട്ടും കോപ്പി അടിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഹോളി ബിഗ് സേവിംഗ് ഡേയ്സ് ഉണ്ടല്ലോ അത് നമ്മുടെ ആമസോണിൽ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ തന്നെ ഹോളിയുടെ കുറേ ടാബുകൾ നമുക്ക് അവരുടെ ആമസോണിൽ കയറുവാണെങ്കിൽ കാണാൻ പറ്റും. എന്നാൽ ഒരു ഹോളി സ്പെഷ്യൽ എന്നുള്ള രീതിക്ക് ഒരു ഓഫർ സെയിലിൻ്റെയും അനൗൺസ്മെന്റ് ഇതുവരെ ആമസോൺ കൊടുത്തിട്ടില്ല. ഇനി സീക്രട്ട് ആയിട്ട് എന്തെങ്കിലും നമുക്ക് സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും തരുമെന്നുള്ളത് നമുക്ക് വരും വഴിയെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും നടക്കാൻ പോകുന്ന ഓഫർ സെയിലുകൾ അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓഫർ സെയിലുകളുടെ ആ ഒരു വിശേഷങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആവശ്യം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻ്റായിട്ട് അറിയിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തെടുക്കുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.